സിനിമ വർഷങ്ങൾക്കു ശേഷം തുടർച്ചയായി 100 കോടി ക്ലബിനെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയിലേക്ക് 2 വർഷങ്ങൾക്ക് ശേഷമാണ് വിനീത് ശ്രീനിവാസൻ തൻ്റെ വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയുമായി എത്തുന്നത്. ഈ സിനിമ സിനിദൂതിന് ഒരു ശരാശരി സിനിമ അനുഭവമാണ് നൽകിയത്. പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ചന്ദ്രനിലോ ചൊവ്വയിലോ ഒക്കെ പോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നമ്മുടെ കൊച്ചിയിലുള്ള ഒരു സിനിമയിൽ എത്തിപ്പെടുക എന്നത്. ഇന്ന് കൊച്ചിയാണ് സിനിമയുടെ ഈറ്റിലമെങ്കിൽ പണ്ട് അത് കോടമ്പാക്കമായിരുന്നു എന്ന വ്യത്യാസം മാത്രം. സിനിമയിലേക്ക് എത്തിപ്പെടാൻ 80കളിൽ കേരളത്തിൽ നിന്നും കോടമ്പാക്കത്തേക്ക് എത്തപ്പെട്ട 2 യുവാക്കളുടെ കഥയാണ് വർഷങ്ങൾക്ക് ശേഷം. ഹൃദയത്തിൽ വിനീത് ശ്രീനിവാസൻ പറഞ്ഞു നിർത്തിയ അതേ കഥ പറച്ചിൽ ശൈലി തന്നെയാണ് ഈ സിനിമയിലും തുടർന്നിരിക്കുന്നത്. 3 മണിക്കൂറുള്ള സിനിമ പ്രേക്ഷകനെ ഇടയ്ക്കിടെ ബോറടിപ്പിക്കുകയും പിന്നീട് വീണ്ടും സിനിമയിലേക്ക് പിടിച്ചിടുകയും ചെയ്യുന്നുണ്ട്. സിനിമയുടെ ആദ്യ പകുതിയിൽ ഇന്റർവ്യൂകളിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ മീശയും താടിയും എടുത്ത് അല്പം വണ്ണവും കുറച്ച് ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ ഹൃദയത്തിൽ നിന്നും ഒരു ഹിമാലയാത്രയ്ക്കും വിടാതെ അതേ പ്രണവ് മോഹൻലാലിനെ പേര് മാത്രം മാറ്റി വിനീത് ശ്രീനിവാസൻ ഈ സിനിമയുടെ സെറ്റിലെത്തിച്ചു. ആദ്യ പകുതിയിൽ ഇരുവരും അവരവരുടെ സ്വാഭാവിക രീതിയിൽ അഭിനയിച്ച് ഇന്റർവെൽ എന്ന കടമ്പ താണ്ടി. 2ാം പകുതി മേക്കപ്പ് മാൻ ഓൺ സ്റ്റേജ്. ഒരാൾക്ക് നരയിട്ട് കൊടുത്തു, അടുത്തയാൾക്ക് നീളമുള്ള ഒരു വിഗ് വെച്ചു. ഇരുവരും പഴയതുപോലെ തന്നെ, ഒരു മാറ്റവുമില്ല. വിനീത് ശ്രീനിവാസൻ വിളിച്ചാൽ വരുന്ന എല്ലാ കൂട്ടുകാർക്കും ഓരോ വേഷവും നൽകി. അതിൽ നിവിൻ പോളി തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കയ്യടി നേടി. മലയാള സിനിമയിലെ ഒരു കാലത്തെ ലെജൻഡുകളായ സംവിധായകരുടെ ഇന്നത്തെ സിനിമകളുടെ അവസ്ഥയും ഒരു സിനിമ സൃഷ്ടിക്കാൻ അവർ ബുദ്ധിമുട്ടുന്നതും കൂടിയായപ്പോൾ ഈ സിനിമ ഉദയനാണ് താരത്തിൻ്റെ അനിയനാണോ എന്ന് കൂടി സംശയിച്ചു. അമൃത് രംഗനാഥ് നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ചറ പറയുന്ന പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാത്തിനെയും തിയേറ്ററിൽ തന്നെ വിട്ടിട്ട് പോന്നു. ഒന്നിനെയും കൂടെ കൂട്ടാൻ തോന്നിയില്ല. രഞ്ജൻ എബ്രഹാം തൻ്റെ എഡിറ്റിംഗ് വൃത്തിയായി ചെയ്തിട്ടുണ്ട്. മലയാളികൾ തിയേറ്ററിൽ സിനിമ കാണാൻ വെമ്പി നിൽക്കുന്ന ഈ സമയത്ത് തന്നെ വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്തത് നന്നായി. ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ പെട്ടുപോയേനെ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ശരാശരി സിനിമാനുഭവം നൽകിയ വിനീത് ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്ക് ശേഷത്തിന് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. നിരാശപ്പെടുത്തില്ല. നന്ദി.